നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. മഴക്കലിയിൽ വിറച്ച് സംസ്ഥാനം. ദുരിതപ്പെയ്ത്ത് പല സ്ഥലങ്ങളിലും ഇപ്പോഴും തുടരുന്നു. മഴക്കെടുതി സംബന്ധിച്ച് റവന്യൂ മന്ത്രിയുമായും ജില്ലകളുടെ ചുമതലയുള്ള കളക്ടർമാരുമായും ആശയവിനിമയം തുടരുന്നുവെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ്. ഇന്നലത്തെ മഴയെ അപേക്ഷിച്ച് ഇന്ന് മഴയ്ക്ക് അല്പശമനമുണ്ട്. എങ്കിലും വടക്കൻ മലബാറിലടക്കം അതിശക്തമായ മഴ തുടരുകയാണ്. വെള്ളം കയറിയ പ്രദേശങ്ങളിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ തുടരുന്നു. രാഷ്ട്രീയ പ്രവർത്തകരും സന്നദ്ധ സംഘടനകളും ശുചീകരണ പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കെടുക്കുന്നു. ഏറ്റവും പുതിയ കണക്കനുസരിച്ച് 9 മരണം, 8 പേരെ കാണാതായി, 13 പേർക്ക് പരിക്കേറ്റു. 209 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 5792 പേരെ മാറ്റിപ്പാർപ്പിച്ചു. 27 വീടുകൾ പൂർണ്ണമായും 196 വീടുകൾ ഭാഗികമായും തകർന്നു. മലയോര മേഖലകളിൽ ജാഗ്രത തുടരണം. വെള്ളിയാഴ്ച രാത്രി 9 മണിയോടെ തിരുവനന്തപുരം മുതലപ്പുഴയിൽ ശക്തമായ തിരയിൽപ്പെട്ട് അഞ്ചുതെങ്ങ് സ്വദേശി ജോസിന്റെ ഉടമസ്ഥതയിലുള്ള കാരിയർ വള്ളം മറിഞ്ഞ അഞ്ചുതെങ്ങ് സ്വദേശികളായ ഷിജിൻ എന്ന 32-കാരൻ, ഫ്രീമോൻ എന്ന 26-കാരൻ എന്നിവരെ കാണാതായി. ഇവരിൽ ഷിജിനായി ഇപ്പോഴും തെരച്ചിൽ തുടരുന്നു. കോട്ടയം ജില്ലയിൽ മഴ കുറഞ്ഞു. എന്നാൽ വെള്ളപ്പൊക്ക ഭീഷണി തുടരുകയാണ്. ഏറ്റുമാനൂർ പൂഞ്ഞാർ സംസ്ഥാന പാതയിൽ കിടങ്ങൂർ, പാലാ, കൊട്ടാരമറ്റം, മൂന്നാനി എന്നിവിടങ്ങളിൽ വെള്ളം ഇതുവരെയും ഒഴിഞ്ഞുപോയിട്ടില്ല. ഇന്നലെ വെള്ളം കയറിയ പനക്കപ്പാലം, ഈരാറ്റുപേട്ട, പാലാ, തൊടുപുഴ റൂട്ടിലെ കൊല്ലപ്പള്ളി എന്നിവിടങ്ങളിൽ നിന്ന് പൂർണ്ണമായും വെള്ളമിറങ്ങി. ഏറ്റുമാനൂർ, പാറോലിക്കൽ, കോട്ടയം നഗരത്തിന് താഴ്ന്ന പ്രദേശങ്ങൾ, ഇല്ലിക്കൽ, കുമരകം തുടങ്ങിയ പ്രദേശങ്ങളിൽ വെള്ളപ്പൊക്ക ഭീഷണി നിൽക്കുന്നു. സംസ്ഥാനത്ത് ഒറ്റ രാത്രി പെയ്ത മഴയെ തുടർന്ന് KSEBയുടെ 5 ഡാമുകളിലും ജലവിഭവ വകുപ്പിന് 2 ഡാമുകളിലും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. KSEBയുടെ മൂഴിയാർ, കല്ലാർകുട്ടി, കല്ലാർ, ലോവർ പെരിയാർ, പെരിങ്ങൽകുത്ത് ഡാമുകളിലും ജലവിഭവ വകുപ്പിന്റെ നെയ്യാർ, മംഗലം ഡാമുകളിലുമാണ് 3ാം ഘട്ട ജാഗ്രത നിർദ്ദേശമായ റെഡ് അലർട്ട് പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഏറ്റവും വലിയ ജലവൈദ്യുതി പദ്ധതിയായ ഇടുക്കിയിൽ 24 മണിക്കൂറിനിടയിൽ 2.5% ജലം ഒഴുകിയെത്തി. കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ ഉണ്ടായിരുന്നിട്ടും അപ്രതീക്ഷിതമായി പെയ്തിറങ്ങിയ അതിതീവ്ര മഴ പലയിടങ്ങളിലും വലിയ പ്രളയസമാന സാഹചര്യങ്ങൾ സൃഷ്ടിച്ചു. വെള്ളിയാഴ്ച വൈകിട്ടോടെ ശക്തി പ്രാപിച്ച മഴ രാത്രിയോടെ ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിൽ കനത്ത ദുരിതമാണ് വിതച്ചത്. റാന്നി ടൗൺ പൂർണ്ണമായി വെള്ളത്തിനടിയിലായി. കോട്ടയം ജില്ലയിലെ പൂഞ്ഞാർ പയ്യാനിത്തോട്ടിലുണ്ടായ ഉരുൾപൊട്ടലിൽ വീട്ടമ്മയായ റെജീനയും മകൻ ജോസഫിനും ജീവൻ നഷ്ടമായി. ഇവരുടെ വീട് പൂർണ്ണമായി തകർന്നു. തീക്കോയ് 30 ഏക്കറിലുണ്ടായ ഉരുൾപൊട്ടലിൽ 3 വീടുകൾ തകർന്നു. ഇടുക്കി ജില്ലയിൽ 3 ഉരുൾപൊട്ടൽ. കോലാഹലമേട്ടിൽ വീടിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞ് വീട് വൈക്കം സ്വദേശി പ്രഭാകരൻ നായരും അടൂർമലയിൽ ഉരുൾപൊട്ടലിൽ കാണാതായ വീട്ടമ്മ സുമതിയും മരിച്ചു. പത്തനംതിട്ട ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ അതിതീവ്ര മഴയാണ് രേഖപ്പെടുത്തിയത്. വടശ്ശേരിക്കരയിൽ കഴിഞ്ഞ 24 മണിക്കൂറിനിടയിൽ 361 മില്ലിമീറ്റർ മഴ ലഭിച്ചു. പമ്പയാറും കക്കാട്ടാറും കരകവിഞ്ഞൊഴുകുന്നു. തിരുവനന്തപുരം, വിഴിഞ്ഞം, അടിമലത്തുറ എന്നീ ഭാഗങ്ങളിൽ നിന്ന് മത്സ്യബന്ധനത്തിന് പോയ 7 ബോട്ടുകൾ അപകടത്തിൽപ്പെട്ടു. സംസ്ഥാനത്തൊഴിയാതെ മഴ ദുരിതം. വടക്കൻ ജില്ലകളിൽ കനത്ത മഴ തുടരുകയാണ്. 2 ദിവസമായി ഇടതടവില്ലാതെ പെയ്യുന്ന മഴയിലും കാറ്റിലും പുഴകൾ കരകവിഞ്ഞു. താഴ്ന്ന പ്രദേശങ്ങളൊക്കെ വെള്ളത്തിനടിയിൽ. റോഡുകൾ തകർന്നു. ഗതാഗത തടസ്സം പല സ്ഥലങ്ങളിലും. മലയോര മേഖലകളിൽ മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും വ്യാപകം. തെക്കൻ ജില്ലകളിൽ മഴയുടെ തീവ്രത കുറഞ്ഞു. എങ്കിലും ദുരിതം തുടരുകയാണ്. ഇടുക്കിയിലും പത്തനംതിട്ടയിലും മഴ കുറയുന്നത് അല്പം ആശ്വാസം. അപ്പർ കുട്ടനാട് മേഖലയിൽ വെള്ളക്കെട്ട് രൂക്ഷമാകുന്നു. അച്ചൻകോവിലിലെ ജലനിരപ്പ് താഴ്ന്നു. റാന്നിയിൽ അതുകൊണ്ട് തന്നെ വെള്ളമിറങ്ങി തുടങ്ങി. കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ വയനാട്ടിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഞായറാഴ്ച അവധി പ്രഖ്യാപിച്ചു. കോഴിക്കോട് ജില്ലയിൽ ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ പല സ്ഥലങ്ങളിലും വെള്ളം കയറിയിരുന്നു. ഞായറാഴ്ച മഴ കുറഞ്ഞെങ്കിലും നിലയ്ക്കാത്ത വെള്ളക്കെട്ടും ദുരിതവും. മാവൂർ, ചാത്തമംഗലം, പെരുവയൽ പഞ്ചായത്തുകളിലാണ് വ്യാപകമായ നാശനഷ്ടം. താഴ്ന്ന പ്രദേശങ്ങൾ മുഴുവൻ വെള്ളത്തിനടിയിൽ. ചാലിയാറും ഇരുവരിഞ്ഞിപ്പുഴയും കരകവിഞ്ഞതോടെ നിരവധി വീടുകൾ വെള്ളത്തിനടിയിലായി. വെള്ളപ്പൊക്ക മേഖലകളിൽ പ്രധാന റോഡുകൾ ഉൾപ്പെടെ മിക്ക റോഡുകളും വെള്ളത്തിനടിയിലായി. ദുരിതപ്പെയ്ത്തും പ്രളയസമാന സാഹചര്യവും. മറുവശത്ത് വലിയ രാഷ്ട്രീയ വിവാദങ്ങൾ കേരളത്തിൽ ഉയരുന്നു. മുഖ്യമന്ത്രി വി.ഡി. സതീശൻ നടത്തിയ ഹെലികോപ്റ്റർ യാത്രയാണ് ഇപ്പോൾ വിവാദ ചുഴിയിൽപ്പെട്ടത്. വി.ഡി. സതീശൻ ഭാര്യാപിതാവിനെ കാണാൻ സർക്കാർ ഹെലികോപ്റ്റർ ദുരുപയോഗം ചെയ്തു എന്ന പ്രചരണം ഇടതുപക്ഷ ഹാൻഡിലുകൾ ശക്തമാക്കി. എന്നാൽ ഈ വാർത്തകൾ പൂർണ്ണമായും അടിസ്ഥാനരഹിതമാണ് എന്ന് KPCC ജനറൽ സെക്രട്ടറി BRM ഷഫീർ പറയുന്നു.
മുൻകൂട്ടി നിശ്ചയിച്ച ഔദ്യോഗിക പരിപാടികളിൽ പങ്കെടുക്കാനാണ് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ എറണാകുളത്തേക്ക് ഹെലികോപ്റ്ററിൽ യാത്ര ചെയ്തത്. PR ഷഫീർ ഫേസ്ബുക്കിൽ കുറിച്ചതിങ്ങനെ: മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ ഭാര്യാപിതാവ് അസുഖബാധിതനായി കിടക്കുന്നത് ആലുവ കാരോത്തുകുഴി ഹോസ്പിറ്റലിലെ ICUവിലാണ്. ആശുപത്രിയിലേക്കല്ല മുഖ്യമന്ത്രി പോയത്, മുൻകൂട്ടി നിശ്ചയിച്ച ഔദ്യോഗിക പരിപാടികൾക്കാണ്. കൊച്ചിയിൽ വിവിധ ഔദ്യോഗിക പരിപാടികൾക്ക് ഹെലികോപ്റ്ററിൽ വന്ന മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പരിപാടികൾക്ക് ശേഷം കൊച്ചിയിൽ നിന്ന് ഔദ്യോഗിക കാറിൽ ആലുവ ഹോസ്പിറ്റലിൽ കിടക്കുന്ന അമ്മായിപ്പനെ ഒന്ന് സന്ദർശിച്ചു. അതാണിപ്പോൾ കമ്മികൾ കിടന്ന് അർമാദിക്കുന്നത്. ഔദ്യോഗിക പരിപാടിക്ക് ശേഷം മുബാറക് ഹോട്ടലിൽ നിന്ന് ഒരു ഊണും കഴിച്ച അദ്ദേഹം ഊണ് കഴിക്കാൻ സതീശൻ ഹെലികോപ്റ്ററിൽ കൊച്ചിയിൽ വന്നുമെന്നും എഴുതുമല്ലോ മാപ്രകൾ. വൻതുകയ്ക്ക് പിണറായി മാസവാടകയ്ക്ക് കരാറെടുത്താണ് ഹെലികോപ്റ്റർ. മാസവാടക 80 ലക്ഷം കൊടുക്കണം. 25 മണിക്കൂർ മാസത്തിൽ ഉപയോഗിക്കാം. ഈ മാസം കരാർ കഴിയും. ഉപയോഗിച്ചാലും ഇല്ലെങ്കിലും 80 ലക്ഷം മാസവാടക നൽകണം. ഇതാണ് പിണറായി ഉണ്ടാക്കി വെച്ച കരാർ. 2 തവണ എയർ ആംബുലൻസായി ഉപയോഗിച്ചു എന്നല്ലാതെ കോടികൾ കൊടുത്ത് ഹെലികോപ്റ്റർ വാടകയ്ക്കെടുത്തത് കൊണ്ട് സംസ്ഥാനത്തിനുണ്ടായ നഷ്ടം ചില്ലറയല്ല. പിണറായി പാർട്ടി സമ്മേളനത്തിന് ഇതിൽ വന്നത് മറന്നോ? അടിയന്തര ഘട്ടങ്ങളിൽ മുഖ്യമന്ത്രി പിണറായി എന്ന നിലയിൽ പലതവണ ഹെലികോപ്റ്റർ ഉപയോഗിച്ചിട്ടുണ്ട്. മാസവാടക കരാറുള്ള ഹെലികോപ്റ്റർ വി.ഡി. സതീശൻ ഔദ്യോഗിക ആവശ്യത്തിനാണ് ഉപയോഗിച്ചത്. അതിനെ ഉപയോഗിക്കൂ. ഇനിയും പലതവണ ഉപയോഗിക്കും. ഏതോ കമ്മി മാപ്രകളുടെ 2 വരി കുനിഷ്ഠ എഴുതിക്കണ്ട് സഖാക്കൾ തുള്ളിച്ചാടണ്ട. മുഖ്യമന്ത്രി വി.ഡി. സതീശനാണ് ആൾ. വസ്തുത വിശദീകരിച്ച് ഭിത്തിയിൽ തൂക്കും. എന്നും വന്ന് തേയണം എന്ന് നിർബന്ധമാണെങ്കിൽ നടക്കട്ടെ. എന്തു പറയാൻ? ഇതുവരെ മുഖ്യമന്ത്രി എന്ന നിലയിൽ പിണറായി നടത്തിയ യാത്രാ വിവരങ്ങൾ, റൂട്ടുകൾ, തവണകൾ, വാടക വിവരങ്ങൾ എന്നിവ ശേഖരിച്ചിട്ടുണ്ട്. ബുധനാഴ്ച മന്ത്രിസഭാ യോഗം കഴിഞ്ഞ് വാർത്താ സമ്മേളനത്തിൽ കൈരളി, ദേശാഭിമാനി, ചിന്ത തുടങ്ങിയവരുടെ കലപില കലാപരിപാടിക്ക് ശേഷം മറുപടി തരും. വാങ്ങിക്കൂട്ടിയാലും ഒരു ദിവസത്തിൽ പകൽ 3 മണിക്കൂറിലേറെ സാധാരണ ജനങ്ങളെ നേരിൽ കാണുന്ന വിവിധ തല യോഗങ്ങൾ CM ചേംബറിൽ നടത്തുന്ന, രാത്രി വൈകുവോളം ഫയൽ നോക്കുന്നൊരു മുഖ്യമന്ത്രിക്ക് 1 മണിക്കൂറും വിലപ്പെട്ടതാണ്. യാത്രയ്ക്ക് കാർ ഒഴിവാക്കി വേഗം കണ്ടെത്തേണ്ടി വരും. ജനങ്ങളെ കാണാതെ ഓഫീസിലിരിക്കുന്നയാൾ ഹെലികോപ്റ്റർ ഉപയോഗിച്ചാൽ അത് ദൂർത്താണ്. അതാണ് ചോദ്യം ചെയ്യപ്പെടേണ്ടത്. പിണറായി വിജയൻ ഉപയോഗിച്ച ഹെലികോപ്റ്റർ ഇനി ആരുപയോഗിച്ചാലും അതൊക്കെ വിവാദങ്ങൾ ഉണ്ടാക്കും എന്നത് വസ്തുതയാണ്. മറുവശത്ത് മറ്റൊരു വിവാദം കുത്തിപ്പൊക്കി നമ്മുടെ വി. ശിവൻകുട്ടിയും കളത്തിലിറങ്ങിയിട്ടുണ്ട്. സംസ്ഥാനത്ത് മഴയും വെള്ളപ്പൊക്കവും ദുരിതം വിതയ്ക്കുമ്പോൾ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ യൂത്ത് ലീഗ് നേതാവിൻ്റെ വിരുന്നിൽ പങ്കെടുത്തതിനെ രൂക്ഷമായി വിമർശിക്കുകയാണ് വി. ശിവൻകുട്ടി. ജനങ്ങൾ ഭീതിയിലും നിരാശയിലും കഴിയുമ്പോൾ അടിയന്തര പ്രാധാന്യമുള്ള ഔദ്യോഗിക കടമകൾ കാറ്റിൽ പറത്തി വിഭവ സമൃദ്ധമായ വിഭവങ്ങളിൽ മുഴുകുകയാണ് മുഖ്യമന്ത്രി എന്നാണ് വി. ശിവൻകുട്ടിയുടെ പരിഭവം. ശിവൻകുട്ടിയുടെ ഫേസ്ബുക്ക് കുറിപ്പിങ്ങനെ: നാട് ദുരന്തമുഖത്ത് പകച്ചു നിൽക്കുമ്പോൾ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒളിച്ചോടുന്ന മുഖ്യമന്ത്രിയുടെ നിലപാട് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ്. ഭരണാധികാരികളുടെ സന്നദ്ധതയും നിശ്ചയദാർഢ്യവുമാണ് ഇത്തരം പ്രതിസന്ധി ഘട്ടങ്ങളിൽ ജനങ്ങൾക്ക് ആശ്വാസമാകേണ്ടത്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ തലപ്പത്തിരിക്കുന്ന വ്യക്തി എന്ന നിലയിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയാണ് മുഖ്യമന്ത്രി ഇപ്പോൾ ചെയ്യേണ്ടത്. എന്നാൽ അടിയന്തര പ്രാധാന്യമുള്ള ഔദ്യോഗിക കടമകൾ കാറ്റിൽ പറത്തി പൊന്നാനിയിൽ യൂത്ത് ലീഗ് നേതാവിൻ്റെ വസതിയിലെ സൽക്കാരത്തിൽ പങ്കുചേരുകയാണ് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ചെയ്തത്. നാടൊടുക്കും ജനങ്ങൾ ഭീതിയിലും നിരാശയിലും കഴിയുമ്പോൾ വിഭവ സമർത്ഥമായ വിരുന്നുകളിൽ മുഴുകുന്ന മുഖ്യമന്ത്രിയുടെ നടപടി റോം കത്തിയെരിയുമ്പോൾ നീറോ വീണമീട്ടുന്നതിന് തുല്യമാണ്. വ്യക്തിപരമായ സൽക്കാരങ്ങൾക്കും താൽപ്പര്യങ്ങൾക്കും മുൻഗണന നൽകുന്ന ഈ സമീപനം പദവിക്ക് നിരക്കുന്നതല്ല. മറ്റു പരിപാടികൾ മാറ്റിവെച്ച് ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് നേരിട്ട് മേൽനോട്ടം വഹിക്കാനുള്ള ആർജവമാണ് ഒരു ഭരണാധികാരി കാണിക്കേണ്ടത്. 2 മഹാപ്രളയങ്ങളും കോവിഡ് മഹാമാരിയും വന്നപ്പോൾ കേരളത്തെ മുന്നിൽ നിന്ന് നയിച്ച ജനങ്ങൾക്ക് കരുത്തു പകർന്ന ക്യാപ്റ്റൻ ശ്രീ പിണറായി വിജയനെ പോലൊരു ഭരണാധികാരിയെ നാം കണ്ടതാണ്. ഇച്ഛാശക്തിയോടെ ഭരണം നടത്താൻ വി.ഡി. സതീശൻ പിണറായി വിജയനെ മാതൃകയാക്കാൻ തയ്യാറാകണം. എന്തായാലും വി.ഡി. സതീശൻ പിണറായി വിജയനെ മാതൃകയാക്കുമോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. വിവാദം കത്തിയാളുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.